നമ്മളിന്ന് കരാമയിൽ കൂടി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അജ്മൽ ഖാൻ്റെ ഒപ്പം ഒരു വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം കൊണ്ട് വന്നതാണ്. പിന്നെ അജു ഉണ്ട്, അജ്മൽ ഖാനും ഉണ്ട്, 2 പേരുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് അതാരാന്നുള്ളത് അറിയില്ല, നോക്കി നോക്കാം. ഓ മൈ ഗോഡ്, എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഉണ്ട്. പറയ് എപ്പോ നീ സുഖല്ലേ നിനക്ക്? എന്തെങ്കിലും പറയും. ഞാനിപ്പോ എന്താ പറയാ, ഇർഫാന്റെ വ്ളോഗിന് എന്റെ എല്ലാവിധ ആശംസകളും. എന്റെ മാത്രമല്ല എല്ലാവരുടെയും. സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, മണിയടിക്കുക. അത് ഈ പണ്ടേ മുതലേ ചെയ്യണല്ലേ. 3 അജു ബ്ലാക്ക് നടുവിലുള്ളത്, അത് അജു ഫോട്ടോഗ്രാഫർ. ഇത് താടി വെച്ച നമ്മുടെ IBR. താടി വെപ്പല്ല, ഒറിജിനൽ. അതൊക്കെ എന്താ സംഭവങ്ങൾ എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നു. ഇവരൊക്കെ നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ നാട്ടിൽ നിന്ന് വന്ന് ഷവർമ കഴിക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ ഇബ്രു ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂട്ടിക്കൊണ്ടുവന്ന് ഇതിന്റെ ബില്ലൊക്കെ കൊടുക്കാൻ പോവാണ്. എല്ലാരും ചിറാപ്പുഞ്ചി നേരെ മറ്റേ നട്ടുച്ച വെയിലത്തിലേക്ക് ചിറാപ്പുഞ്ചി ഞാൻ വന്നപ്പോ അല്ല ചിറാപ്പുഞ്ചിന്ന് ഇബ്രു അല്ലേ സ്റ്റൈലിന് വെല്ലാൻ ഇബ്രു കഴിഞ്ഞിട്ട് കരാമക്ക് കരാമ എന്നുള്ള പേര് വരാൻ കാരണം ആരാ? വൈബല്ല, IBR. ഇവിടെ IBRന്റെ ഷോപ്പ് തുടങ്ങുമ്പോ ആകെ 3-4 ഷോപ്പ് ഉണ്ടായിരുന്നുള്ളൂ കരാമയിൽ. പിന്നെ ആ സാധനം ട്രെൻഡായി ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ അടുത്തടുത്ത് ഷോപ്പുകൾ വന്ന് ഇന്ന് ഈ കാണുന്ന കരാമയാവണേൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് IBR. അതെ, ഞാനെന്ത് പറയാനാ, IBR ഞാനെന്താ ഇവിടെ ഏറ്റവും കൂടുതൽ ഷവർമ കഴിക്കണ വ്യക്തി നമ്മള് നോക്കി തിന്നിക്കണോക്കിയ മാത്രമേ പറയുള്ളൂ. ഞാൻ പറ്റേ കൊടുക്കാം. ഞാനിപ്പോ എന്താ പറയാ, ഇപ്പോ വൈബദ ഷവർമ മത്സരത്തിൽ 2 ഷവർമയും പറഞ്ഞിട്ടുണ്ട്, വന്നോണ്ടൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ഷവർമനാണ്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല്, ഇവര് ഇങ്ങനെ ഇരുന്ന് ഒരുപാട് ചളികൾ പറയും. അത് കേൾക്കാത്ത പോലെ ഇരിക്കലാണ് എന്റെ മെയിൻ പരിപാടി. പിന്നെ എന്താ പറയാന്ന് വെച്ചാല്, ഇർഫാൻ വ്ളോഗ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു അവന്റെ വ്ളോഗിന് കുറച്ച് വ്യൂസും റീച്ചൊക്കെ കയറ്റി കൊടുക്കാന്ന്. അതുകൊണ്ട് നമ്മളെല്ലാരും കൂടി ഇറങ്ങി തിരിച്ചതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞ സമയമില്ല വ്ളോഗ് എടുക്കാനൊന്നും. അതെ, കരാമയിലേക്ക് വരുമ്പോ നോക്കിയാൽ മതി, അവിടെ വെറുതെ ഇങ്ങനെ നിൽക്കണ്ടാവും വൈഫൈ ഉള്ള സ്ഥലങ്ങളിലും. നീ ഓറഞ്ചാണ് ഗൈസ്, ഇത് ഓറഞ്ച് കളറ് IBR ചൂടത്ത് ഓറഞ്ച് കളർ ഇട്ട് വന്നിട്ടുണ്ട്. അതെ. പിന്നെ പാന്റ് പിന്നെ ഓറഞ്ച് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നാട്ടില് ഇത്രയും കാലം നിന്നിട്ട് ഇവിടെ വന്നപ്പോ ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇത്രയും കാലം മഴയായിരുന്നു, നല്ല മഴയത്ത് അടിപൊളിയായിട്ട്. ഇപ്പൊ ഇബ്രു പാടിയ പോലെ ചിറാപ്പുഞ്ചി മഴയത്ത് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്താ പറയാ, ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ദാനില് നാട്ടിൽ പോയിട്ടേ ആകെ ഉണ്ടായ സംഭവം വെച്ചാല്, നന്നായി കറുത്ത് അവന്റെ മോന്തോക്കി എന്ത് കറുപ്പാ, എന്ത് സുന്ദരനായിട്ട് ക്രീമൊക്കെ പറഞ്ഞിട്ടേ ഞങ്ങൾ വിട്ടാണ്. നോക്കിയാണ് മോന്ത, ഇതൊക്കെ പറയാനുള്ളൂ. കണ്ട അവന്റെ മുഖം നോക്കിയ ഒന്ന് കാണിച്ചേ, കണ്ണിലൊക്കെ കണ്ണീര് ഒഴുകുന്നു. വിഷമായി ക്യാമറ മാറി കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ ഇരുന്ന് കരയും. ഇവിടുന്ന് പോകുമ്പോ കൊറിയൻ സ്കിന്നായിട്ട് പോയതാ. എല്ലാ ദിവസവും അരിയൊക്കെ എടുത്ത് തേക്കില്ല മുഖത്ത്, കൊറിയൻ സ്കിന്നാൻ വേണ്ടി. അങ്ങനെ ഗ്ലോ ആയിരുന്നു. പക്ഷെ ഇപ്പോ രസമുണ്ട്. ഇബ്രു എന്താ പറയാ, ഞാനതാ പറയണേ. ഇത് അല്ല, ആക്ച്വലി പോകുമ്പോ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പം വെയിലൊക്കെ കൊണ്ട് അവന്റെ ഒറിജിനൽ കളറ് മിസ്സായിട്ടാണല്ലോ, അവന്റെ ഒറിജിനൽ നഷ്ടമായിട്ടുള്ളത്. അപ്പം കുറച്ചുകൂടെ ഒറിജിനൽ കളർ തിരിച്ചു വരും. കാരണം ഇവന്റെ എന്താ പറയാ, ഇവന്റെ ഫേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂട് വെയിൽ തട്ടുമ്പോഴാണ് വെളുക്കുക. നമ്മൾ നേരെ തിരിച്ച്
നാട്ടിൽ മഴയാണ് നാട്ടിൽ മഴ പെയ്തോണ്ടാണ് ഈ കളർ വന്നത്. ഇവിടെ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഒറിജിനൽ കളർ വരും. എന്താ പറയാനുള്ളത്? ഇവനെ മഴയത്തിന് പ്രസവിച്ചേ. അപ്പൊ മഴയത്ത് പ്രസവിച്ചപ്പോ ഇവനെ തോർത്താണ്ട് ഇരുമ്പോ കരിമ്പിലടിച്ചു പോയതവൻ. അതാണ് കറുപ്പ്. ബാക്കി ബ്ലാക്ക് എന്ത് പറഞ്ഞാലും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും വയറുകൾ രണ്ടും ചാടുണ്ടാവും. ഇർഫാന്റെ കളറൊക്കെ ക്രീം ആയിട്ട് ഒറിജിനൽ അല്ല, അത് ആദ്യമേ പറയാ. നാച്ചുറൽ. ഇതിന്റെ റവന്യൂ ഒക്കെ എന്ത് ചെയ്യും? ഇതിന്റെ റവന്യൂ ഞാൻ ഇബ്രുവിന് പകുതി തരും. ഓക്കെ, പറയാൻ പറ്റില്ല. വ്ളോഗ് വൈറലായി കഴിഞ്ഞ ഇതിന്റെ റവന്യൂ പകുതി IBR-നാണെന്നാണ്. നാളെ ഇബ്രോന്റെ ഒരു റീൽ ഇറങ്ങുന്നുണ്ട്. ചിറാപ്പുഞ്ച് മഴയത്ത് വെയിലത്ത് നടത്തണ്. എല്ലാരും ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. IBR ഒരു മാസമായിട്ടില്ല, പക്ഷെ ആള് ബ്ലോഗ് ചെയ്തിട്ട് 9 മില്യൺ 9 മില്യൺ വന്നുണ്ട്. 9 മില്യൺ എല്ലാരും ലൈക്ക് അടിക്കുക. 9 മില്യൺ ആളാട്ടോ. ബിലാലിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ് അല്ലേ? അതെ അതെ. നൈറ്റ് പാർട്ടി എവിടെയാ? കോഫി മോഡല് എല്ലാരും വരാം. വീഡിയോ കണ്ട് ഇറങ്ങാം. വീഡിയോ തന്നെ അതല്ലേ നന്നായി എഡിറ്റ് ചെയ്യുന്നേ. നിങ്ങൾ ഇത് നോക്കൂ, ഇതിന്റെ മീനിങ് എന്താ? ഒരു കോയും ഫലൂദ ഫ്രൈഡ് ചിക്കന്റെ യൂണിഫോമാണ് ഞാൻ പുറത്ത് ചെയ്തതാണ്. യുവോ ഫാഷൻ അവിടെ നിർത്തണ്ട. ആർക്കെങ്കിലും ഈ ടീഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവ പോയി ബന്ധപ്പെടാ. കളറില്ല, വേറെ കളറില്ല. വണ്ടി ഓടിക്കാൻ പോണത് നമ്മുടെ നല്ലടറാണ്. ഗുണ്ടവിനല്ല അടിമ ഞങ്ങളെ കാണിക്ക് സ്ലോ മോഷൻ എടുക്ക്. 22 വയസ്സായി തോന്നിട്ടില്ലേ? എന്ത് ചെയ്യാനടാ, എനക്കൊക്കെ 40 പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഞങ്ങളെ കൂടെ കമ്പനി അടിക്കണ്ടില്ലേ? അതെ എന്താ അവിടെ പോയിരിക്കടാ, സ്റ്റാഫില്ലാന്ന്. അതിനല്ല അവിടെ പോയിരിക്കും. അതിനല്ല അയിനിച്ചക്ക അവിടെ പോയിരിക്കും. അതൊരു ചക്കാണ്. തൃശ്ശൂര് മാത്രം കിട്ടും, അവന്റെ വീട്ടിൽ മാത്രം ഉണ്ടാവുള്ളൂ. അവന് 1/2 മണിക്കൂർ കൊണ്ട് കോയമ്പത്തൂര് തൃശ്ശൂരിൽ നിന്ന് എത്തിച്ചാടാ. 1/2 മണിക്കൂർ കൊണ്ട് ബൈക്കുമേ. ഞാൻ പറയല്ല, സത്യം. ഇതല്ലേട്ടാ പറഞ്ഞത്. 1/2 മണിക്കൂറുണ്ട് കോയമ്പത്തൂര് ബൈക്കുമ്പോ കോയമ്പത്തൂര് എത്തിച്ചാടാ. MVD പ്രത്യേക അവാർഡ് കൊടുത്തു. അവനെ 1/2 മണിക്കൂറുണ്ട് തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂർ എത്തിച്ചു. എന്നിട്ട് MVD അവന് പ്രത്യേക അവാർഡ് കൊടുത്തു. ബൈക്കിൽ കിലോമീറ്ററിൽ 230 വെച്ച് പോയി എന്ന് പറഞ്ഞാണ്. അത്രയും സത്യസന്ധമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഇടയിൽ. ട്രെയിൻ ചെയ്യാ വണ്ടിയുടെ ഓടിക്കല്. അവൻ പറഞ്ഞിട്ടാ ഞങ്ങളോട്. അവനാണ് ജയിക്കുന്നത്. അവൻ ജയിക്കുന്നത് പറഞ്ഞു. ഭയങ്കര റൈഡറാ അവൻ. വേറെ എന്തെങ്കിലും പറഞ്ഞാ? പിന്നെ ഭയങ്കര ക്രിക്കറ്റ് കളിയാ. ഇതെന്താ പറഞ്ഞല്ലോ, അവന്റെ വണ്ടിയിലെ അവന്റെ ഇന്നോവയിലൊന്നും ഇല്ല, മൈലേജ് ഇല്ലാന്ന് പറഞ്ഞു. ഇന്നോവ ആകെ ഒരു 1-2 വണ്ടിക്ക് എത്ര മൈലേജ് ഉണ്ട്? ഇന്നോവക്ക് 2-3 ഉണ്ടാ. 2-3 അല്ല 6-7 ഒരു 10 കൂട്ടി. രണ്ടുള്ളൂ. കാരണം സാധാരണ വീട്ടിൽ നിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് വണ്ടി എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് അടിച്ചു വീട്ടിലെത്തുമ്പോഴേക്കും പെട്രോൾ കഴിയും. പക്ഷെ എന്നെ വിളിക്കാൻ വന്നോട്ടോ ചെക്കൻ. ഏതെങ്കിലും പെൺകുട്ടികളെ വെച്ചിട്ടുണ്ടാവും. അല്ലേ അല്ലല്ല, അതിപ്പോ പറയാൻ പിന്നെ ഒരു കാര്യം, ചെക്കന് പെണ്ണ് നോക്കണ്ട് കോഴിക്കോടല്ലേ? ഡോക്ടർമാര് വേണ്ട പറഞ്ഞ, ഡോക്ടർമാര് വേണ്ട. പിന്നെ പറഞ്ഞാ പെണ്ണ് വക്കീലും വേണ്ടല്ലേ?
ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഫീൽഡിൽ വേണ്ട കേരളത്തില് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള കുട്ടി പേരകത്ത്. അതെവിടെയാ? അതറിയില്ലല്ലോ. അതറിയണം. അതെവിടെ നിങ്ങൾ കണ്ടുപിടിച്ചായോ? പറ. മലപ്പുറത്തൊക്കെ നല്ല കുട്ടികളാണ്. മലപ്പുറം നല്ല കുട്ടികളാണ്. ഇവിടെ നീ എന്താ പറയും? ഏത് ജില്ല എന്ന് പറയും? മലപ്പുറം കാസർഗോഡൊക്കെ നല്ല കുട്ടികളുണ്ട്. തൃശ്ശൂരുണ്ട്. അവനോട് ചോദിച്ചാ അജ്മലിനോട്. അവൻ പറയാ തമിഴ്നാട്ടിലേ അറിയുള്ളൂ. അവൻ പറയാ തമിഴ്നാട്ടിലേ അറിയുള്ളൂ. അവനക്ക് അങ്ങനത്തൊക്കെ പറ്റുള്ളേ. നല്ല കുട്ടികള്. ഞാൻ നല്ല കുട്ടികള് തമിഴ്നാട്ടില്. അതെ അതെ. കാര്യൊക്കെ എന്താ പറഞ്ഞാലും അജ്മൽ വിളിച്ചാൽ ഫോൺ എടുക്കൂല. അത് വേറൊരു വല്ല. അല്ല രാവിലെ ഒരു രാവിലെ വിളിച്ചാൽ കിട്ടില്ല അവനെ. രാത്രി വിളിച്ചാൽ കിട്ടുന്നു. രാത്രി പിന്നെ ഫോൺ എടുക്കുകയില്ല. ഫുൾ ടൈം ക്ലബിലാണ് ഇവന്റ് ചെയ്യുന്നവനാ. അവനത് പറയണേ. പറഞ്ഞാ മതി നമ്മള്. അജു ബൈ ചാൻസ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ പറയാം പെണ്ണ് 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 എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഒപ്പം പെണ്ണുണ്ടെന്ന് വിചാരിച്ചില്ല. ആ തന്നെ പെണ്ണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ പെണ്ണ് സുനിന്ന് വിളിക്കുന്ന നാട്ടില്. അതൊരു സത്യം മാത്രം. ആരും കോളേ നോക്കിയാല് അജു ഷെയ്ം ഉണ്ടാവും. അത് സത്യം. അജ്മൽ ഷെയ്ം എന്ന് പറഞ്ഞാൽ ആരാ? കരാമേല ആരാ? വാൻകോഴി. അവൻ എടുത്തന്ന അവന്റെ ടീഷർട്ടാ. അവൻ തന്നാ ജിമ്മല്ലോ. ഞങ്ങളെ മാഷ് ജിമ്മിന്റെ മാഷ് അതായത് ഇതാണ് 4 സെക്സ് വയറണ്ടാ. ജിമ്മിനെ പോയിട്ട് റെഡി ആക്കിയ സിക്സ് പാക്ക് ഇവിടെ വരുന്നുണ്ട്. എന്റെ വയറില്ല കണ്ടോ? ശ്വാസം കൊണ്ട് ശ്വാസം കൂട്ടി വരിക്കും ചിലപ്പോ. ഇവനെ ഏത് ഫോട്ടോ എടുത്താലും വയറ് കുറക്കുന്ന പറയും. ആപ്പിനില്ല കുറവ്.